അനീസ് അലി കൂടി ചേരുന്നു കോഴിക്കോട് നിന്ന്. അനീസ്, ചില വ്യവസായികളിലേക്ക് ബിസിനസ്സുകാരിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു, അന്വേഷണം നടക്കുന്നു. അവർ വാഹനം വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളൊക്കെ തേടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കോഴിക്കോട് എവിടെയൊക്കെയാണ് പരിശോധനയുള്ളത്? തന്നെ കോഴിക്കോട് തൊണ്ടയാടുള്ള ഒരു റോഡ് വേസ് എന്ന് പറയുന്ന സ്ഥാപനം രാവിലെ 11:00 കൂടി ആരംഭിച്ച പരിശോധന ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി അവസാനിപ്പിച്ചു. ഇന്ന് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഒരു ടീമാണ് പരിശോധന നടത്തിയത്. കരിപ്പൂർ എയർപോർട്ടിൽ നിന്നുള്ള കസ്റ്റംസ് ഉദ്യോഗസ്ഥനാണ് ഇവിടെ പരിശോധന നടത്തിയത്. അദ്ദേഹം പരിശോധന ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് 7 സ്ഥാപനങ്ങളിൽ, അതായത് 3 വീടുകളിലും 4 ഷോറൂമുകളിലും അവരിന്ന് പരിശോധന നടത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് 11 വാഹനങ്ങൾ ആകെ പിടിച്ചെടുത്തു. അതിന്റെ എണ്ണം ഇനിയും കൂടിയേക്കാം. പക്ഷേ നിലവിൽ 11 വാഹനങ്ങളാണ് തങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഈ വാഹനങ്ങൾ കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരു 12 മണിയോടെയാണ്. ആ സമയത്ത് ഒരു വാഹനം തങ്ങളുടെ എയർപോർട്ടിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി ബാക്കി 10 വാഹനങ്ങൾ കൂടി അവിടെ എത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ പരിശോധന നടത്തുമ്പോൾ എത്തിയ റോഡ് വേസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് സംശയകരമായ വാഹനങ്ങളൊന്നും പിടിച്ചെടുത്തിട്ടില്ല. അദ്ദേഹം പറയുന്നത് ഇവിടെ പരിശോധന നടത്തിയിരുന്നു. ഒരു വാഹനത്തിൻ്റെ, ഒരു പ്രാഡോ എന്ന് പറയുന്ന ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ ഒരു സംശയമുണ്ടായിരുന്നു. അതും പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ അവർ ആവശ്യപ്പെട്ട പേപ്പേഴ്സ് എത്തിച്ചു കൊടുക്കാൻ ഉടമയ്ക്ക് കഴിഞ്ഞു. ഇൻവോയ്സ് എല്ലാം ക്ലിയറായി എത്തിച്ചു കൊടുത്തോടുകൂടി അതിലുള്ള സംശയവും തീർന്നു. ഇപ്പോൾ പരിശോധന പൂർത്തിയാക്കി അവർ 1 മണിയോടുകൂടി അവിടെ നിന്ന് തിരിച്ചു. അവിടെ സംശയകരമായ മറ്റൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഉടമ നമ്മോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, തങ്ങൾ ഈ കേരളത്തിന് പുറത്തും കേരളത്തിൽ നിന്നും ഒക്കെയുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ, ആഡംബര വാഹനങ്ങൾ തങ്ങൾ ഇവിടെ എത്തിക്കാറുണ്ട്, എത്തിച്ച് വിൽപ്പന നടത്താറുള്ളതാണ്. അത് എന്തെങ്കിലും നിയമവിരുദ്ധമായി കാര്യങ്ങൾ തങ്ങൾ ചെയ്തിട്ടില്ല. തങ്ങളുടെ അറിവോടെ അത്തരത്തിലൊരു കാര്യവും ഇതുവരെ ചെയ്തിട്ടില്ല. അത്തരത്തിൽ ഇവരുടെ പരിശോധനയിലും സംശയകരമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ 7 സ്ഥാപനങ്ങളിൽ അവർ പരിശോധന, അതായത് ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. 1 മണിക്ക് മുമ്പ് വരെ 7 സ്ഥാപനങ്ങളിൽ അവർ പരിശോധന നടത്തി. അതിൽ 3 വീടുകളും 4 ഷോറൂമുകളുമായിരുന്നു. ഇവിടെ നിന്ന് ആകെ 11 വാഹനങ്ങൾ അവർ അതുവരെ പിടികൂടിയിട്ടുണ്ട്. എയർപോർട്ടിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും പരിശോധന ഇനിയും തുടരുമെന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്.